ട്രംപിൻ്റെ രണ്ടാം വരവിലെ മാറുന്ന നയങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിലെ ആദ്യത്തെ നയമാറ്റം കുടിയേറ്റ മേഖലയിൽ തന്നെയാണ്. കൂട്ട നാടുകടത്തലുകളും വലിയ തടങ്കൽ പാളയങ്ങളുടെ നിർമ്മാണവുമാണ് ട്രംപിൻ്റെ കുടിയേറ്റ നയം. ആയിരക്കണക്കിന് അതിർത്തി ഏജന്റുമാരെ നിയമിക്കാനും സൈനിക ചെലവുകൾ അതിർത്തി സുരക്ഷയിലേക്ക് തിരിച്ചുവിടാനും അദ്ദേഹം പദ്ധതിയിടുന്നു. കൂടാതെ ഡ്രഗ് കാർട്ടലുകളിലെയും ക്രിമിനൽ സംഘങ്ങളിലെയും അംഗങ്ങളെ കോടതി വിചാരണ കൂടാതെ പുറത്താക്കാൻ ഏലിയൻ എനിമീസ് ആക്ട് ട്രംപ് ഉപയോഗിക്കുന്നു. അതിർത്തി നിയന്ത്രണം കർശനമാക്കാനും അനധികൃത കുടിയേറ്റം കുറയ്ക്കാനും ഈ സമീപനം ലക്ഷ്യമിടുന്നു. എന്നാൽ ഇത് കാര്യമായ വിവാദങ്ങൾക്കും നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായിട്ടുണ്ട്. കൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് അയക്കുന്ന പരിപാടിയും ട്രംപ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് വ്യാപാര മേഖലയിലാണ്. കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിൽ പുതിയ താരിഫ് ഏർപ്പെടുത്തുന്നത് ട്രംപിൻ്റെ വ്യാപാര നയത്തിൽ ഉൾപ്പെടുന്നു. US-ലേക്കുള്ള സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ എല്ലാ ഇറക്കുമതികൾക്കും അദ്ദേഹം 25% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ US ട്രേഡിംഗ് പങ്കാളികൾക്ക് പരസ്പരമുള്ള താരിഫ് പരിഗണിക്കുന്നു. ഈ നടപടികൾ അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവ പ്രധാന സഖ്യകക്ഷികളുമായും വ്യാപാര പങ്കാളികളുമായും പിരിമുറുക്കത്തിന് കാരണമായി. അടുത്തത് കാലാവസ്ഥയും ആരോഗ്യ നിയന്ത്രണങ്ങളും. ട്രംപ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മരവിപ്പിച്ച് ഫെഡറൽ ഹെൽത്ത് ഏജൻസികളെ പുനർനിർമ്മിക്കുന്നു. ട്രക്കുകൾ ഡീസലിൽ നിന്ന് മാറ്റാനുള്ള പദ്ധതികൾ ഒഴിവാക്കുന്നതും സാമ്പത്തിക വളർച്ച തടസ്സപ്പെടുത്തുന്നതുമായ നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നതും ഉൾപ്പെടുന്നു. ഇനി അടുത്ത വിദ്യാഭ്യാസ മേഖലയിലാണ്. നയങ്ങളും ഫെഡറൽ ഏജൻസികളും അവയുടെ കേന്ദ്രത്തിൽ പുനർരൂപകൽപ്പന ചെയ്യാൻ ലക്ഷ്യമിട്ട് ട്രംപ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രത്യയശാസ്ത്രപരമായ മാറ്റങ്ങൾ വരുത്തുകയാണ്. സ്കൂളുകളിൽ COVID-19 വാക്സിൻ നിർബന്ധമാക്കുന്നത് അവസാനിപ്പിക്കാനും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും കുടുംബങ്ങൾക്കുള്ള അവസരം വിപുലീകരിക്കാനും K-12 സ്കൂൾ വിദ്യാഭ്യാസത്തിൽ റാഡിക്കൽ ഇൻഡോക്ട്രിനേഷൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനും അദ്ദേഹം എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. ഈ മാറ്റങ്ങൾ രക്ഷകർത്താ തിരഞ്ഞെടുപ്പ് വർദ്ധിപ്പിക്കാനും ഫെഡറൽ മേൽനോട്ടം കുറയ്ക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പൊതുവിദ്യാഭ്യാസത്തെയും സംരക്ഷണത്തെയും തുരങ്കം വയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ അവ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യുൽപാദന അവകാശങ്ങളും LGBTQ അവകാശങ്ങളും, ഗർഭചിത്രം, LGBTQ+ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ അദ്ദേഹം എങ്ങനെ നടപ്പാക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമല്ല. LGBTQ+ ഹെൽത്ത് ഇക്വിറ്റിയും വിവേചനരഹിത പരിരക്ഷയും ആവശ്യപ്പെട്ടുള്ള റദ്ദാക്കൽ ഓർഡറുകൾ ഉൾപ്പെടെ LGBTQ+ വ്യക്തികൾക്കുള്ള പരിരക്ഷ പിൻവലിക്കാൻ അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു. ഫെഡറൽ ഗർഭചിത്ര നിരോധനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ഇളകിയെങ്കിലും കൂടുതൽ നിയന്ത്രിത ഗർഭചിത്ര നിയമങ്ങൾക്കായി അദ്ദേഹത്തിൻ്റെ ഭരണകൂടം മുമ്പോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നയങ്ങൾ പ്രത്യുൽപാദന LGBTQ+ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർക്കിടയിൽ കാര്യമായ സംവാദവും ആശങ്കയും സൃഷ്ടിച്ചു. ഇനി ട്രംപിൻ്റെ വിദേശ നയം നോക്കാം. ആഗോള ബഹുമുഖ പ്രാദേശിക ഇടപെടലുകളിൽ നിന്ന് അമേരിക്കയെ തുടർച്ചയായി പിൻവാങ്ങുന്നതാണ് ട്രംപിൻ്റെ രണ്ടാം ടേമിനെ അടയാളപ്പെടുത്തുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അദ്ദേഹം US-നെ പിൻവലിച്ചു. കൂടാതെ മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകളെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ചൈനയോട് കടുത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. പുതിയ താരിഫുകൾ ചുമത്തുകയും തന്ത്രപ്രധാനമായ അമേരിക്കൻ മേഖലകളിൽ ചൈനീസ് നിക്ഷേപം തടയുകയും ചെയ്യുന്നു.